ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യാനും കൂടെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ എല്ലാവരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് എൻ്റെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയില്ലേ. അത്യാവശ്യം തണുപ്പിൽ നമ്മൾ ചൂട് ചൂട് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ തണുപ്പിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. മഴയും ഒരു ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളും ആയിട്ടാണ് രാവിലെ തന്നെ ഉള്ളത്. നല്ല മടി പിടിച്ച് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖം ഉണ്ടാവട്ടെ ഈ ഒരു സമയത്ത്. പിന്നെ ഇന്നിപ്പോൾ റഫീഖയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും റഫീഖയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു വിടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങലും കാര്യങ്ങളൊന്നും പറ്റൂല. അപ്പോൾ ഇനി കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചെറിയൊരു ഒരുക്കാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആണ് പോകുന്നത്, പണിയിലേക്കാണ് ഇനി പോകുന്നത്. എന്നാലും നമ്മളൊന്ന് ഫ്രഷായി ഒന്ന് എന്താ പറയുക, ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഒന്ന് ഇട്ട് നമുക്കിഷ്ടമുള്ള സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ഫ്രഷായി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ, ഞാൻ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഗോൾഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യൂല കേട്ടോ. എനിക്ക് ഫ്രീ ആയിട്ട് വിരലൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ കിടക്കണം. ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ റിങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇടുക. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾ എൻ്റെ കയ്യിൽ അത് ഇടയ്ക്ക് കാണും ചെയ്യില്ല. കാര്യം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഊരിയും വെക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ കയ്യിലത് മിസ്സാവുന്നും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടേ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ റഫീഖ ഒരു 2 ദിവസം മുമ്പ് ഈ നമ്മൾ ഉറുമ്പിന് ആ ശല്യം പോകാനുള്ളൊരു മരുന്നില്ലേ, ഒരു ജമ്പ് എന്ന് പറഞ്ഞിട്ട് മരുന്ന് നമുക്ക് ഈ വളങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയില്ലേ, അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ ഉറുമ്പിൻ്റെ മേത്തൊന്നും അടിക്കണ്ട കേട്ടോ. അത് പോകുന്ന വഴിയെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിങ്ങനെ തൊയിഞ്ഞ് വീണോളൂ കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തന്നെയാണ് കേട്ടോ പരിപാടി. ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഈ കിച്ചണിൽ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മളങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പഞ്ചസാരയിൽ വരുന്നതോ അങ്ങനെ എന്തെങ്കിലും തുറന്നിട്ടിട്ട് വരുന്നതോ അല്ല കേട്ടോ. വെറുതെ ഈ ഒരു ടൈം ആകുമ്പം, അതായത് തണുപ്പിലേക്കല്ല, ആ ഒരു ചൂട് ടൈമില്ലേ അതിൻ്റെ കുറച്ച് മുമ്പേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിയിട്ടും കൊട്ടിയിട്ടും ഒക്കെ അങ്ങനെ വിട്ടു. പക്ഷെ പോകുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം മഴയത്തല്ല, അതിൻ്റെ തൊട്ട് മുമ്പാണ്, ആ ചൂടുള്ള സമയത്താട്ടോ വരും. ഒരു സമയത്ത് ഇത് വരും, എന്താണെന്നറിയില്ല. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിപ്പോൾ വലിയ പണിയാണ്. കാര്യം ഇതിങ്ങനെ തൊയിഞ്ഞ് ഇങ്ങനെ മണ്ണ് പോലെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് രാവിലെ ക്ലീൻ ചെയ്താലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓരോന്നും തട്ടി തുടച്ചെടുക്കണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കിച്ചണിൽ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഒരു ഉഷാറുണ്ടാവും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ കിച്ചണൊക്കെ സെറ്റാക്കി വെക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മളെ ഒരു വർക്ക് സ്പേസ് നമ്മൾ എന്താ പറയുക, കൂടുതൽ സമയം അല്ലെങ്കിലും അത്യാവശ്യം സമയം നമ്മൾ കിച്ചണിൽ നിൽക്കുമല്ലോ. അപ്പോൾ നല്ലൊരു ക്ലീനായിട്ടും നീറ്റായിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് വേറെയുള്ളവരുടെ കണ്ണിൽ എങ്ങനെയാണെന്നുള്ളതല്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള, നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ വേണം നമ്മളെ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള എൻ്റെ കിച്ചണിൽ വർക്ക് ചെയ്യാൻ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ എന്തെന്നെയായാലും ചിലപ്പോൾ ഒരു സ്പൂണായിരിക്കും, അല്ലെങ്കിൽ ഒരു കപ്പായിരിക്കും പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ യൂസ് ആക്കണം എനിക്ക്. അതൊക്കെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ കിച്ചണിൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു ചെറിയ കാര്യം. എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആസ്വദിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് മതി, ഇവിടെ കുറച്ചുണ്ട്. തേങ്ങ ഫ്രിഡ്ജിലുണ്ട്, ഫ്രീസറിലുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ റഫീഖ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്
മട്ടൻ ചാപ്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ബീഫാണ് എടുക്കുന്നത്. പക്ഷേ മട്ടൻ ചാപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ, അതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ എന്താ പറയുക, എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്, മട്ടൻ ചാപ്സിൻ്റെ വീഡിയോ. അത് അന്ന് വ്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഇട്ടതല്ലേ, അപ്പോൾ അത് ആവശ്യമുള്ളൊരു കണ്ടു നോക്കുക, നല്ല ക്ലിയർ റെസിപ്പി ആയിരിക്കും. അപ്പോൾ അതന്നെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് തൊലി കളഞ്ഞതുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തീരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ബോക്സിലേക്ക് ഇങ്ങനെ കുറച്ച് എടുത്ത് വെക്കും കേട്ടോ, എൻ്റെ കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 3-4 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, നമ്മുടെ ഉദയത്തിൻ്റെ ബീഫ് തന്നെയാണ് കേട്ടോ, അത് നമ്മളങ്ങനെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, എടുത്തിട്ടേ ഇല്ല, ബീഫ് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ, പെരുന്നാളിൻ്റെ മുമ്പ് കഴിച്ചതാ. പിന്നെന്തോ വയറ് പ്രശ്നമായി, അങ്ങനെ നമ്മൾ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് ബീഫും ചിക്കനും അതിനോടൊക്കെ ഒരു മടുപ്പ് കിട്ടാം. അങ്ങനെ പിന്നെ ഇന്ന് എന്തായാലും കുറച്ചെടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. കറിയല്ല, ഇങ്ങനെ ചാപ്സ് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതിനെ എല്ലുകറി അല്ലെങ്കിൽ മട്ടൻ ചാപ്സ് എന്നൊക്കെ പറയും കേട്ടോ, പക്ഷേ എല്ലുകറി ഇതല്ല കേട്ടോ, എല്ലുകറിക്ക് മസാല വേറെ തന്നെയാണേ ഞങ്ങൾ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചിലർ പറയും മട്ടൻ ചാപ്സ് ഇങ്ങനെ അല്ലല്ലോ, എല്ലുകറി ഇങ്ങനെ അല്ലല്ലോ എന്ന്. ഞാനുണ്ടാക്കുന്ന ബീഫ് ചാപ്സ് അല്ലെങ്കിൽ മട്ടൻ ചാപ്സ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെയുള്ള റെസിപ്പിയൊന്നും അല്ല, ഞാനുണ്ടാക്കുന്ന ഞങ്ങൾ കഴിക്കുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടത്. അപ്പോൾ 2 സവാള കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണെങ്കിലും കട്ടാക്കാം. പിന്നെ എരിവിനായിട്ടുള്ളൊരു 3-4 പച്ചമുളക്, എരിവ് നോക്കിയിട്ട് കേട്ടോ. നമ്മളിതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് യൂസ് ചെയ്യുന്നത് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-25 വെളുത്തുള്ളി ഇട്ട് കൊടുത്തോ, 10-30 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുരുമുളക് ഞാനിപ്പോൾ പൊടിച്ചെടുത്തതാണ്, എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളക് നമ്മൾ എപ്പോഴും പൊടിക്കുമ്പോൾ ഇങ്ങനെ തരിതരിപ്പോട് കൂടി പൊടിക്കുക കേട്ടോ, അതാണ് എല്ലാ റെസിപ്പിക്കും നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഫൈനായിട്ട് പൊടിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിച്ചിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി, 2-3 ടീസ്പൂൺ എരിവിന് ആവശ്യത്തിലുള്ള നിങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമില്ല, പക്ഷെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വൈറ്റ് കളർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരല്പം, അധികം വേണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ഗരം മസാല ഇല്ല അത് ചേർത്ത് കൊടുക്കുക. ഇനി ഗരം മസാല ഇല്ലെങ്കിൽ ഒരു 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇതൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി മുഴുവനായിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിന് പൗഡർ ആണെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ. ഈ സമയത്ത് നിങ്ങളില്ലേ നമ്മൾ മീറ്റ് മസാല ഇല്ലേ, ബീഫ് മസാല, ഇറച്ചി മസാല, അത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ മറന്നുപോയതാണേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പറഞ്ഞത് ആ കുക്കറിൽ അത് കൊള്ളൂല എന്നാണ് കേട്ടോ. എന്നോട് റഫീക്ക ചോദിച്ചാൽ അതിൽ കൊള്ളൂന്ന്, പിന്നെന്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ തന്നെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മിക്സ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല, വേവും അതിൽ, പക്ഷേ മിക്സ് ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു കുക്കറിലേക്ക് ആക്കിയതാണേ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മീറ്റ് മസാല ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. കുക്കർ അടുപ്പ് വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ രണ്ടാമത് 2 ടീസ്പൂണ് മീറ്റ് മസാല, അതായത് ഇറച്ചി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചേർക്കുമ്പോൾ മറന്നു പോകണ്ട. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ റെസിപ്പി മാക്സിമം ടേസ്റ്റ് ആക്കാൻ നോക്കൂലേ, അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബീഫ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ബീഫും ഓരോരോ വേവാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 2 വിസിൽ വന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചൊരു 15 മിനിറ്റ് മാക്സിമം ഞാൻ വേവിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ അതിനേക്കാളും വേവുള്ളതാണെങ്കിൽ രണ്ടാമത് പിന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ കുരുമുളക് പൊടിച്ചെടുത്തതൊക്കെ മസാല ബോക്സിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ബോക്സിൽ ഞാൻ 2 മസാല ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈ കിച്ചണിലും ഒന്ന് വർക്ക് ഏരിയയിലുമൊക്കെ. ചിലപ്പോൾ റഫീഖക്ക് ഒരു കാപ്പി ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു മസാല ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഇവിടുത്തെ മസാല ബോക്സിൽ ഞാൻ പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് തീർന്നതേ അവിടെ പോയിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇവിടെയും തീർന്നു അവിടെയും തീർന്നു, അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ പൊടിച്ചെടുത്തത്. അങ്ങനെ അതൊക്കെ ബോക്സിലേക്ക് ഇട്ട് വെച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ കറീൻ്റെ കൂടെ, അതായത് നമ്മുടെ ചാപ്സിൻ്റെ കൂടെ ബീഫ് ചാപ്സ് കേട്ടോ, മാറിപ്പോയി എനിക്ക്. ഞാൻ മട്ടൻ തന്നെ പറയേ, പക്ഷെ അത്രയും ടേസ്റ്റ് ആട്ടോ, അത് മട്ടൺ മാറി നിൽക്കും ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ബീഫ് എടുക്കേണ്ടത് കറക്റ്റ് ഇറച്ചി മാത്രമല്ല കേട്ടോ എടുക്കേണ്ടത്, എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കണം കേട്ടോ, മസ്റ്റാണ് കേട്ടോ. അത് സാധാ ബീഫ് അല്ല എടുക്കേണ്ടത്, ബീഫ് മാത്രം എടുക്കരുത്, എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചി അതാണ് എടുക്കേണ്ടത് കേട്ടോ.
ഇനിയിപ്പോൾ ദാ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റാഗി വെച്ചിട്ടുള്ള ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു അരക്കപ്പ്, ഇപ്പോൾ അര ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഗ്ലാസ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് റാഗി പൗഡർ എടുക്കുക, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇനി പച്ചരി അരച്ചിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മുത്താറിപ്പൊടി കയ്യിലുണ്ടായിരുന്നു, നമ്മളിവിടെ പൊടിച്ചതാണ് കേട്ടോ, ഉണക്കി പൊടിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് പാക്കറ്റ് പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ, അതാണെങ്കിലും യൂസ് ചെയ്യുക. അത് രണ്ടും കൂടെ മിക്സീൻ്റെ ജാറിൽ ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം കേട്ടോ, ഒരു ഗ്ലാസ്സൊക്കെ. പിന്നെ വീണ്ടും പൊടിയിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒന്ന് അരച്ചൊടിച്ചു. അത് ദോശ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. പൗഡർ ആണെങ്കിലും അതൊന്ന് അരച്ച് കൊടുത്താൽ ഒന്നും കൂടെ മയം ഉണ്ടാവും കേട്ടോ നമ്മൾ ദോശയ്ക്ക്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ദോശപ്പാൻ ചൂടാക്കി ഏത് ദോശപ്പാനിലാണെങ്കിലും, ഇരുമ്പിൻ്റെ ദോശപ്പാനിലാണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഒക്കെ ചുട്ടെടുക്കുക. ഓയിലൊന്നും തേക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഇരുമ്പിൻ്റെതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്തോ. പിന്നെ ദോശ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ മാവിൻ്റെ, ആ ഒരു ലൂസ് ഇരുന്നോട്ടോ കേട്ടോ. ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ദോശ ഹാർഡായിട്ട് പോകും. റാഗിയല്ലേ അറിയാലോ, കഴിച്ചാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് റാഗി. പക്ഷേ ആർക്കും ഇഷ്ടമില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് മാവാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി, നമ്മൾ കഴിച്ചു പോകും. പിന്നെ ബീഫ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനത്തെ കഴിച്ചു പോകുമല്ലോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതില്ലേ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഹെവി ആക്കണ്ട. പത്തിരി ഞാൻ നെയ്പത്തിരി പറഞ്ഞു, പക്ഷേ റഫീക്ക ഒന്ന് അങ്ങനെ ഹെവി ആക്കണ്ട, ഈ കറിയും കൂടെ ആകുമ്പോൾ നന്നായിട്ട് കഴിക്കൂലേ. അപ്പോൾ വേണ്ട, എന്തെങ്കിലും ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ റാഗി ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ അധികം കഴിക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ദോശ ആക്കിയത്. അപ്പോൾ റഫീക്ക പറയുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ദോശ തന്നെ മതി. ഞാൻ സാധാ ദോശയല്ലേ, നമ്മളെ അരിദോശ, അതാക്കാന്ന് വിചാരിച്ചു. കൊണ്ടുവന്നതല്ലേ ഉച്ചക്കൊക്കെ, നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, തണുത്തിട്ടല്ലേ കഴിക്കുക എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ വന്നിട്ട് പറഞ്ഞു എനിക്ക് കൊണ്ടുപോകാനും റാഗി ദോശ തന്നെ മതിയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ മൊത്തത്തിൽ അത് മതിയല്ലോ, വേറൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മുകൾ ഭാഗത്ത് നാറി വരുമ്പോൾ കുറച്ച് ഗീ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാണ്ടേയും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ആക്കുന്നതെന്ന് മാത്രം, കുറച്ച് കേട്ടോ. ഒന്നിങ്ങനെ ഒന്ന് ഒരു 2-3 ഡ്രോപ്പ് ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ദോശ അവിടെ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ തന്നെയാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമേ. ഇന്നിപ്പോൾ ഞാൻ ഫ്ലെയിം അത്ര ലോ ആക്കിയിട്ടില്ല, കാരണം റഫീഖക്ക് വേഗം പോകേണ്ടതും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ടേ. കുഴപ്പമില്ല, തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ആട്ടം എടുക്കുക. ഇവിടെ വെളിച്ചെണ്ണ വെച്ചു കടായിലേക്ക്. എൻ്റെ ഫേവറേറ്റ് കടായിയാണ് കേട്ടത്, സ്റ്റീലിൻ്റെ ഡീപ്പ് കടായി. നല്ലതാട്ടോ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ചധികം തന്നെ. പിന്നെ നമ്മളെ ബീഫിൻ്റെ ആ ഒരു ഗ്രേവി ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഉണ്ടാവും കേട്ടോ നിങ്ങൾ വേവിക്കുന്ന സമയത്ത്, കുഴപ്പമില്ല. ആ വെള്ളത്തോട് കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഒരു മുറി തേങ്ങ വേണ്ട, അതിൻ്റെ കുറച്ചിട്ട് 2 കൈപ്പിടി ഫുള്ളായിട്ട് തേങ്ങ എടുക്കുക. എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ പാലെടുത്തോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടില്ലേ അതൊന്ന് ഒരു 5 മിനിറ്റ് കുക്കാവണം കേട്ടോ. ഒന്ന് തിളച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. എനിക്കിപ്പോൾ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങാപ്പാലിലൊന്ന് കിടന്നിട്ട് ആ ഒരു ബീഫോ മട്ടനായാലും രണ്ടായാലും ഒന്ന് കുക്കാവണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ബീഫിന് വരിക. ആ ഗ്രേവി വേഗം തിക്കായിട്ട് വരും. കാര്യം നമ്മളിത് ഒറ്റ പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. ലൂസിലാണെങ്കിൽ കൂടിയിട്ട് ഒന്നിങ്ങനെ ടൈറ്റായിട്ട് വരുമ്പോൾ, അതായത് ഒന്നിങ്ങനെ കുറുകി വരുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് വരും. കാര്യം നല്ല തേങ്ങാപ്പാലല്ലേ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അതിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കേട്ടോ, ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ കോമ്പിനേഷൻ പൊറോട്ട അടിപൊളിയാണ്, പത്തിരിക്ക് അടിപൊളിയാണ്, പിന്നെ നെയ്ച്ചോറ്. ഞാനിത് ഉണ്ടാക്കുന്ന ദിവസം വീട്ടിലുണ്ടെങ്കിൽ രാവിലെ ഇത് ഉണ്ടാക്കിയാൽ നമ്മൾ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറാട്ടോ, കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുവേ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതിൻ്റെ കൂടെ നെയ്ച്ചോറിന് അടിപൊളിയൊന്നും പറയാനില്ല. അപ്പോൾ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറച്ചി എടുക്കുന്ന സമയത്ത് എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചി പറഞ്ഞ് തന്നെ വാങ്ങണം കേട്ടോ. അതിനാണ്
ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. സാധാ ബീഫിൽ നിങ്ങൾ വേവിച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂലേ. പിന്നെ മട്ടണിൽ പിന്നെ എന്തായാലും എല്ലോട് കൂടിയിട്ടൊക്കെ അല്ലേ മട്ടൺ വരിക. അത് പിന്നെ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് വലിയ പീസ് കൊടുക്കണം കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ ആ വരട്ടിൻ്റെ ആ ഒരു ചെറിയ പീസ് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഫ് കുറച്ച് വലിയ പീസ് തന്നെയാണ്. ഇതിങ്ങനെ തന്നെ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതാ നല്ല നമ്മളെ ബീഫ് ചാപ്സ്, ഞാൻ മട്ടൺ തന്നെ പറയാൻ പോവുക, റെഡി ആയിട്ടുണ്ടേ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ കുറേ തവണ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഐറ്റമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പുതിയ വ്യൂസ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും റെസിപ്പി ചോദിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് റെസിപ്പി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. റഫീഖക്കും കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കാനുണ്ട്. ഈ 3 എടുത്തേ, 3 കാണുന്നില്ലേ? ഈ ഒരു സമയത്തില്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ആക്കുന്ന സമയത്ത് റഫീഖ് അവിടെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചിലപ്പോൾ ഞാനടിക്കും, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയും പോയിട്ട് അടിക്കും. ഓരോ ഭാഗം അടിച്ചടിച്ചിങ്ങനെ ഓടി ഓടി കയറി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ആവുന്ന സമയത്ത് തന്നെ ഇന്ന് എന്താ പറയുക, നമ്മുടെ ആ ഒരു സമയത്ത് തന്നെ മുറ്റടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നു കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ റഫീഖ് അടിക്കുന്നുണ്ട്. എന്തായാലും കുളിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആ പണിയും അങ്ങോട്ട് തീർന്നു കിട്ടും കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആക്കുക, അങ്ങനെ കിച്ചണിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ആ ഒരു സമയത്ത് റഫീഖ് ആണെങ്കിലും പുറത്തുണ്ടാവും. പിന്നെ പോകുന്ന ആ ഒരു മണിക്കൂർ ടൈം കിട്ടാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുക്കളയിലും പുറത്തുമായിട്ടൊക്കെ നടക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, തുടക്കൽ, അങ്ങനത്തെ തുടക്കുന്ന ദിവസം തുടക്കും, അടിച്ചു വാരുന്ന ദിവസം ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരിയിടും, മെഷീനിൽ തുണി ഇടാനുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് പോകും, രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ മഴയാണെങ്കിൽ പിന്നെ പറയണ്ട, എപ്പോഴെങ്കിലും ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അതൊക്കെ മതിയാവും കേട്ടോ. വലിയ പൊടിയും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജംഷി വീട്ടിലേക്ക് പെരുന്നാളിന് പോകുന്ന വീഡിയോ ഇടുവോ വരൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക, വീഡിയോ ഞാൻ എടുക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. ഒരു 4 മണി, എനിക്ക് തോന്നുന്നു ഒരു 4-4:30 ആയിട്ടുണ്ട്, 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ പോകുന്നത്. എനിക്ക് പെരുന്നാളിന്, അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചു എവിടെയും പോയില്ലേന്ന്, പെരുന്നാളിൻ്റെ അന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ചെറുതായിട്ട് തലവേദന കേട്ടോ, മൈഗ്രെയിൻ്റെ തലവേദന ഇങ്ങനെ വന്നേ. ഞാൻ മുന്നിലാ, വേറെ ആർക്കും ധൈര്യമില്ല മുന്നിലിരിക്കാൻ. അങ്ങനെ നമ്മൾ തലവേദനയിലേക്ക് വരാം. പിന്നെ അന്ന് രാത്രിയിലൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ പുറത്ത് പോകാനൊന്നുള്ള ആ ഒരു മൈൻഡും മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴും ചെറുതായിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേദന മാറി, എന്നാലും ഒരു പെർഫെക്റ്റ് അല്ല, അങ്ങനെ ഉണ്ടായിരുന്നേ. എനിക്കങ്ങനെ തലവേദന വരാറേ ഇല്ല കേട്ടോ. മാഷാഅല്ലാഹ് ഇപ്പോൾ കുറേ ആയിട്ട്. എന്ത് പറ്റിയെന്നറിയില്ല, പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്കേ തുടങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈദ് രാവിൻ്റെ വീഡിയോ തരാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റെഡിയാക്കി, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായിട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് പോകുന്നത്. മാത്രമല്ല റഫീഖക്ക് പിറ്റേ ദിവസം തന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ റഫീഖ് നമ്മുടെ കൂടെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ രാത്രിയിലേക്ക് വീട്ടിലേക്ക് വരും കേട്ടോ, അങ്ങോട്ടേക്ക് വെങ്ങപ്പള്ളിയിലേക്ക് വരും. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ വെങ്ങപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ റഫീഖ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വാവയുണ്ട് കേട്ടോ, അതായത് മുഹമ്മദിൻ്റെ ഉപ്പ. ഞാൻ 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റഫീഖ ആ സ്ലീവിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് തന്ന ആ ഒരു ഡ്രസ്സ് ഞാൻ കൊടുവള്ളിയിൽ നിന്ന് എടുത്ത അതാണ് കേട്ടോ ഇത്. മറ്റേത് ആ ഗ്രീൻ കളർ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അതായിരുന്നല്ലോ.
ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും ഡ്രസ്സൊക്കെ കൊടുത്തതാണ് കേട്ടോ. ഉമ്മാൻ്റെ നൈറ്റ് ഞാൻ കാണിക്കാൻ വിട്ടുപോയ അന്ന് എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കല്യാണിച്ചിക്കും എടുക്കാൻ വേണ്ടി പോയ ആ ഒരു സമയത്ത് കല്യാണിച്ചിൻ്റെ നൈറ്റി നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാനും അങ്ങനെ തന്നെയാണ്, ഉമ്മയും ചെറിയ ആളല്ലേ. അപ്പോൾ അവർക്ക് ഇനി കൊടുത്തിട്ട് സൈസ് ശരിയാക്കിയിട്ട് എടുക്കുക ചെയ്യാം. നടക്കുമ്പോഴേ മുള വരുന്നുണ്ടാവും, ചേന കാണൂല. പച്ച പച്ച നിൽക്കട്ടോ. അപ്പോൾ പറയും തുടങ്ങി. എല്ലാരും പറയുന്നുണ്ട് ജംഷിക്ക് വിളവെടുക്കാനേ അറിയുള്ളൂ എന്ന്. ജംഷിക്ക് വിളവെടുക്കാനേ അറിയുള്ളൂ ആൾക്കാർ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചീര കറക്റ്റ് പാകത്തിന് മുറിച്ചിട്ടില്ലേ പിന്നെ അടുത്ത് ഉണ്ടാവില്ല, വേമ്പ് വരും. കണ്ടോ, പറിച്ചെടുക്കണല്ലോ. എടുക്കുന്നുണ്ട് പറയേ. ഒരു സുഖമില്ലാത്ത കുട്ടിക്ക് ഞങ്ങളവിടെ വേറൊന്ന് അളിയനും അളിയനായിട്ട് വരും. ഞാൻ മുറിക്കണോ? ഞാൻ നന്നായിട്ട് മുറിക്കുന്നു. കാണിക്ക്. അയ്യോ വഴുക്കാം. ഇങ്ങോട്ട് കാണിക്ക്. അങ്ങനെ പുഴുവൊന്നും ഇതിമ്മ ഉണ്ടാവില്ല. വളത്തിന്റെ ഇല ഉണ്ടറിയാം. അവിടെ വലുതുണ്ട്, അത് പറിച്ചോളി. അത് പൂട്ട് പോവും, കാരണം അത് ചെറുതല്ലേ. എനിക്ക് എന്തായാലും വേണം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉപ്പാൻ്റെ പച്ചക്കറിയെല്ലാം കഴിഞ്ഞോ, കൃഷിയെല്ലാം കഴിഞ്ഞോന്ന്. അപ്പോൾ അതല്ല കേട്ടോ, ഇപ്പോൾ നട്ടിട്ടുള്ളത് ചേന, ചേമ്പ്, അങ്ങനത്തെ മണ്ണിൻ്റെ അടിയിലുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് നല്ലോണം മഴയൊക്കെ റെഡിയായി കഴിഞ്ഞാലല്ലേ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. മുള പൊട്ടുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്നാൽ നല്ല രസം ഉണ്ടാവും കാണാനെന്ന് ഉപ്പ പറയുന്നുണ്ട്. നമുക്കിങ്ങനെ കാണാനില്ലായിട്ട് എന്തോ പോലെ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. കുറേ അല്ല, ഒരു 3-4 ഉണ്ട്. വഴുതന ഉള്ളവരോടെ പറിക്കുകയാണ്. ഇതല്ലേ ടേസ്റ്റ്? ഈ ചീരല്ലേ ടേസ്റ്റ്? ടേസ്റ്റ് ഇവനാണ്, ഇവൻ പച്ചയാണ്. അതിൽ വിറ്റാമിൻ കൂടുതലുണ്ട് എന്നാ പറയാ. എനിക്ക് ടേസ്റ്റ് മതി, എന്നാലും ഇതിലുണ്ടാവും അത്യാവശ്യമൊക്കെ. പണ്ട് നമ്മളെ വീട്ടിൽ ഉപ്പ ഇതുപോലെ ചീര നട്ട് തന്നിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ചീര പാകി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 വർഷം നമുക്ക് ചീര നടണ്ടേ വന്നിട്ടില്ല കേട്ടോ. അവിടെ ആ കറക്റ്റ് സമയമാകുന്ന സമയത്ത് പിന്നെ താനേ ചീര പൊങ്ങി നിറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അത് കംപ്ലീറ്റ് പോയി, കാരണം അങ്ങോട്ടേക്ക് നമ്മൾ തെങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടില്ലേ, വെയിലും ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് പാടേ അങ്ങ് പോയി. ഒരു കള്ളൻ ഉണ്ടായി. അതാ മൂലയിലതാ ഞങ്ങളൊക്കെ നട്ടുണ്ടാവും ഇങ്ങനെ. ഇത് വെക്കും കൊടുക്കണോ നമ്മൾ വെളിച്ചം പോകുമെന്ന് വിചാരിച്ചിട്ട് കാരണം വൈകുന്നേരമാണല്ലോ നമ്മൾ വന്ന ഉടനെ തന്നെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ചായ ഒന്നും കുടിക്കാണ്ട് തന്നെ ഇറങ്ങി വന്നതാണ് ചീരയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. ഇത് പിന്നെ രാത്രിയിലില്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കും ഇറച്ചിയും ബീഫും അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ കണ്ടിട്ടും ഉണ്ടാക്കിയിട്ടും ഒക്കെ ഒരു മടുപ്പ് വരില്ലേ. അപ്പോൾ അതുകൊണ്ട്
ആർക്കും വേണ്ട, എല്ലാവരും അവനവൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നതും വിളമ്പുന്നതും കൊടുക്കുന്നതും എല്ലാ ആൾക്കാരാണല്ലോ. അങ്ങനെ പിന്നെ പച്ചക്കറി എന്തെങ്കിലും ആക്കുക, എന്തെങ്കിലും താളിച്ചതാക്കുക, സാധാ എന്തെങ്കിലും ചോറ് എന്തെങ്കിലും ആക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീര താളിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ പറഞ്ഞ് ബീൻസ് ഉണ്ട്, അത് ഉപ്പേരി വെച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീൻസ് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. റഫീഖ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പള്ളിയിൽ ഇഷാന് കയറിയിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഇത് വലുതാ ഞാൻ പറഞ്ഞു. മുഹമ്മദിനെ വരെ നിങ്ങൾ പേടിക്കണ്ട. കാണുന്നുണ്ടോ? ഓ നല്ല ലൈറ്റും വെളിച്ചെല്ലാം ഉണ്ട്. ഐസ്ക്രീം പറഞ്ഞോ? ചോക്കോബാറും മാംഗോ ബാറും മിക്സ് ആക്കി പറഞ്ഞോ? അപ്പം ഞാൻ തലവേദനയുടെ കാര്യം പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റും മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വെറുതെ ഇരിക്കാനാണ് തോന്നിയത്. അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പകലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് തുടങ്ങിയതാ. ഈദ് വ്ളോഗിൽ ഞാനിട്ട ആ ഒരു ഗ്രീൻ തയ്പ്പിച്ച ഡ്രസ്സിൻ്റെ കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നേ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അതിലും കൂടെ പറയാണ്ടിരുന്നത്. ഞാൻ വാങ്ങിച്ചത് 8.5 മീറ്ററാണ് കേട്ടോ. എന്തോ ഒരു ടൈപ്പ് സിൽക്ക്, അതാണ് അതിൻ്റെ പേര്. ഞാൻ മറന്നുപോയി കേട്ടോ കറക്റ്റ് നെയിം. ഷോളിനും പാൻറ്റിനും ടോപ്പിനും കൂടെ ഞാൻ വാങ്ങിച്ചത് 8.5 മീറ്ററാണ് കേട്ടോ. ലേസും അങ്ങനെ ലേസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമുക്കിഷ്ടമുള്ള അങ്ങനെ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ ഷോപ്പിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് വലുപ്പവും കാര്യങ്ങളൊക്കെ എന്നിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. എവിടെ വിളിച്ചോക്ക് വന്നോ? അപ്പൊ എന്താ കൊണ്ടുവന്നേ? എന്താ കൊണ്ടുവന്നേ? എന്താ ഇങ്ങോട്ട് നോക്കി? എന്ത് ഇവിടെ നോക്കി പറയാം. എന്തിനു നോക്ക്? എന്താ കൊണ്ടുവന്നേ? ഇങ്ങോട്ട് നോക്ക്. എന്താ കൊണ്ടുവന്നത്? എന്ത്? ആർക്കൊക്കെ ഉണ്ട്? ആർക്കൊക്കെ ഉണ്ട്? അപ്പോൾ റഫീഖ വന്നിട്ടുണ്ട് കേട്ടോ. റഫീഖ ഐസ്ക്രീം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് മുഹമ്മദ് അതിൻ്റെ ഇതിലാണ് കേട്ടോ. ഒന്നും ഇങ്ങോട്ട് വരുന്നുമില്ല. റഫീഖ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താണ് തരാൻ പറയേ? അവൻ പറഞ്ഞു കേട്ടോ. അവൻ പറഞ്ഞു കേട്ടോ തന്നില്ല. ചിരി നോക്കട്ടെ. റഫീഖ പിന്നെ വർത്താനം പറയാം. അതൊക്കെ അതെന്താ കൊടുക്ക്. ഒന്ന് വിളിക്ക്. പഠിച്ച് ശീലിക്കും. ഒന്ന് ദാനം ചെയ്യുന്നുണ്ട്. എനിക്ക് മാംഗോ ബാർ. എല്ലാവർക്കും ഇല്ലേ? അത് വേണ്ട? അത് വേണ്ടേ? കാണിച്ചു നമ്മളതും ടേസ്റ്റ് ഒക്കെ കൊടുക്കണോ അല്ലേ?
അതാ അതാ ഞാൻ ഇവിടെ പോയാൽ മതി, ഞാൻ വറ്റി പോയതാ. എവിടെ പുതിയ ഷോറൂമില് എവിടെ LIC അടുത്ത്. അത് നല്ല സാധനം. ഞാൻ അവിടെ പോകുമ്പോ ഞാൻ തരുന്ന അടക്കം ചെറിയ റേറ്റ് ഉള്ളൂ, 5-10 ഉള്ളൂ. എനിക്ക് ഓർമ്മ തനു ഹബ്ബ വാങ്ങിച്ച് വരുന്നോക്ക് റഫീഖ് വന്നിട്ട് 1 മണിക്കൂറായി. മുഹമ്മദ് പെരുന്നാള് ഭക്ഷണം കഴിക്കട്ടെ? ഭക്ഷണം കഴിക്കാൻ പാ. ഐസ്ക്രീം വേണ്ട? നോ ഐസ്ക്രീം വേണ്ട? ഇനിയിപ്പോൾ ഇതാ എല്ലാവരും രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഞാൻ പറഞ്ഞില്ലേ ഇറച്ചിയൊന്നും ആർക്കും വേണ്ട, എന്നാലും പേരിന് നമ്മൾ കുറച്ച് ബീഫ് ചട്ടിയിലിട്ടിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചീര താളിച്ചത്, നമ്മളെ തേങ്ങരച്ച കറീനോട് പോലും വേണ്ട കേട്ടോ, ആർക്കും ഒന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ നാടൻ ഉപ്പാൻ്റെ ചീര താളിച്ച്, അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരി വെച്ചു. പിന്നെന്താ വഴുതന, അതും അവിടെ നിന്ന് പറിച്ചത് തന്നെയാണ് കേട്ടോ. വഴുതന ഉപ്പേരി, പിന്നെ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.